പദ്ധതി വിഹിതം 77% ഉപയോഗിച്ച് നഗരസഭകളിൽ 77ാം സ്ഥാനത്ത് കൊടുങ്ങല്ലൂർ നഗരസഭ എത്തിയെന്ന് BJP. എല്ലാത്തരം എസികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽക്കടവ് കൊടുങ്ങല്ലൂർ. പദ്ധതി വിഹിതം നഷ്ടപ്പെട്ടതിലും കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ച് BJP കൗൺസിലർമാർ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2024-25 സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പദ്ധതി വിഹിതത്തിൻ്റെ 77% മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ 77ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യത്തിൽ നഗരസഭയിലെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിൽ പ്രതിഷേധിച്ചാണ് നഗരസഭ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ പോത്തുകുട്ടിയാട് കാലിത്തീറ്റ വിതരണം, കൂടാതെ വയോജനങ്ങൾക്ക് കട്ടിൽ, വിദ്യാഭ്യാസ സഹായങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായികൾ, തെരുവിളക്കുകൾ, വനിതാ പദ്ധതികൾ, ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാകാതെ പോയത്. മുൻവർഷത്തെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കൂടാതെ ചെയ്ത ജോലികൾക്ക് സമയബന്ധിതമായി പോയ വർഷത്തിൽ ഫണ്ട് ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ കാന നിർമ്മാണം, റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. പ്രതിഷേധ പരിപാടികൾക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബാബു, KA സുനിൽകുമാർ, KS ശിവറാം, ശാലിനി വെങ്കടേഷ് എന്നിവർ നേതൃത്വം നൽകി. കൗൺസിലിനോട് ബന്ധപ്പെട്ട് നഗരസഭ പദ്ധതി വിഹിതം 2024-25 വാർഷിക പദ്ധതിയോട് ബന്ധപ്പെട്ട് പദ്ധതി വിഹിതം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് കൃത്യമായൊരു മറുപടി നൽകാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP കൗൺസിലർമാരെല്ലാവരും കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2024-25 വാർഷിക പദ്ധതി 77% കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഏകദേശം 23% ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതിക്ക്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ചില്ലാൻ കോടി രൂപ, ഏകദേശം 3,06 ലക്ഷം രൂപ ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ റോഡുകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം, കാനകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം, വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറിയിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ചറിയാം. ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകൾ